കലാഭവൻ മണി ആ നടനെ അടിച്ചു. കാരണം നിരന്തരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വെളിപ്പെടുത്തൽ: സിനിമകളിൽ സ്ഥിരമായ അവസരം ലഭിക്കാത്തതിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ കാര്യമില്ലെന്ന് നടൻ കലാഭവൻ റഹ്മാൻ. ഞാൻ അങ്ങനെ കാര്യമായ അവസരം ചോദിക്കാറില്ല, സ്ഥിരമായി വിളിക്കാറില്ല. അതുകൊണ്ട് കാസ്റ്റിംഗ് സമയത്ത് ഓർക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ദിലീപ് തന്നെ വെൽക്കം ടു സെൻട്രൽ ജയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. ഞാൻ അങ്ങനെ കൃത്യമായി വിളിക്കാറില്ല. അതിപ്പോൾ ഓരോരുത്തരുടെയും ഓരോ പ്രകൃതമല്ലേ. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. കൗമുദി മൂവീസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിഭവങ്ങളും പരാതികളും സൂക്ഷിക്കുന്ന വ്യക്തിയല്ല ഞാൻ. പണ്ടെനിക്ക് മുൻകോപമുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇപ്പോഴും ആരോടും തുറന്നു പറയും. പക്ഷേ മുൻകോപം കൊണ്ട് ഒന്നും നേടാനില്ല. അതൊക്കെ മാറ്റാവുന്നതേയുള്ളൂവെന്ന് മനസ്സിലാക്കി. ഫ്ലാഷ് ബാക്കിലേക്ക് നോക്കുമ്പോൾ മുൻകോപം കൊണ്ട് നമുക്ക് ലഭിക്കാതെ പോയ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് തോന്നിയിട്ടുണ്ട്. കറുകുറ്റിയിൽ കലാഭവന്റെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ അൻസാറും സിദ്ദീഖും തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. കാര്യങ്ങൾ അടിയിലേക്ക് വരെ എത്തി. ലാലും അൻസാറും തമ്മിലായിരുന്നു അടി. അങ്ങനെ പിറ്റേ ദിവസം മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അന്നെല്ലാവരും സിദ്ദീഖാണ് കുറ്റക്കാരെന്ന നിലയിൽ കോർണർ ചെയ്തു. ആരും സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്തില്ല. ലാൽ അപ്പോഴും സിദ്ദീഖിനെതിരായി ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് സിദ്ദീഖ് കലാഭവനിൽ നിന്ന് പോകുന്നത്. ആ വിഷയത്തിൽ അൻസാറിന്റെ ഭാഗത്താണ് ന്യായം എന്നതിനാലാണ് അദ്ദേഹത്തോടൊപ്പം നിന്നത്. എന്നാൽ ആ ഒരു വിഷയം കൊണ്ട് സിദ്ദീഖ് പുറത്തേക്ക് പോകുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇടപെട്ടിരുന്നുവെങ്കിൽ ആ പ്രശ്നം തീർക്കാമായിരുന്നുവെന്ന് പിന്നീട് എനിക്ക് തോന്നിയിരുന്നു. അവർ പിന്നെ പോയിട്ടാണ് ഹരിശ്രീ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്നും കലാഭവൻ റഹ്മാൻ പറയുന്നു. മിമിക്രിക്കാർ ആയതുകൊണ്ടാണ് ഒട്ടനവധി താരങ്ങൾക്ക് സിനിമയിൽ അവസരം ലഭിച്ചത്. ഒരു ട്രൂപ്പിൽ കളിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ഒരു വർഷം എത്ര കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്? നാടകം പോലെയല്ല. നാടകത്തിൽ ഒരു കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ ആ വർഷം മുഴുവൻ അത് തന്നെയായിരിക്കും. മിമിക്രിയിൽ വ്യത്യസ്തത എപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ അഭിനയം ജന്മസിദ്ധമായി കിട്ടാത്തവർ പോലും ട്രെയിൻഡായി മാറും. മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് താരങ്ങൾ മിമിക്രിയിൽ നിന്നും വന്നവരാണ്. മമ്മൂക്കയ്ക്ക് ഉൾപ്പെടെ മിമിക്രിയുടെ ചരിത്രമുണ്ട്. അദ്ദേഹം മിമിക്രി മാട്ട കളിച്ചിട്ടുണ്ട്. നെടുമുടി വേണുചേട്ടനൊക്കെ വലിയ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. മുകേഷ്, ദിലീപ്, ജയറാം തുടങ്ങിയ നായകനിരയിലുള്ള പലരും മിമിക്രി വേദിയിൽ നിന്നും വന്നവരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മിമിക്രി ചെറിയ കലയൊന്നുമല്ല, അത് വലിയൊരു കലയാണ്. അത്തരമൊരു കലാരൂപത്തെ ആരെങ്കിലും എവിടെയൊക്കെ മോശമായി പറയുന്നുണ്ടെങ്കിൽ അത് അസൂയ കാരണമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. ഇപ്പോൾ അതൊക്കെ വലിയ തോതിൽ മാറി. പണ്ട് കലാഭവൻ മണി ഒരാളെ അടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. മിമിക്രിക്കാരെ പുച്ഛിച്ച് പല പ്രാവശ്യം സംസാരിച്ചപ്പോൾ സഹിച്ചില്ല. അതോടെയാണ് അടിച്ചത്. ആ നടനെ നമുക്കൊക്കെ അറിയാം. പക്ഷേ ഞാൻ പേര് പറയുന്നില്ല. ഒരിക്കലും നമ്മൾ ഒന്നിനെയും താഴ്ത്തിക്കെട്ടാൻ പാടില്ല. നാടകത്തിൽ നിന്ന് വന്ന തിലകൻ ചേട്ടൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, രാജൻ പി ദേവ് അവരൊക്കെ എത്ര വലിയ കലാകാരന്മാരാണ്. കഥാപ്രസംഗം എടുത്തു നോക്ക്, അത് മോശമാണോ? പൂജപ്പുര ജയിലിൽ വെച്ച് സാംബശിവന്റെ കഥാപ്രസംഗം കേട്ടതിന് ഇനി പരിപാടി അവതരിപ്പിക്കണമോ എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഒരാൾ തനിച്ചു നിന്ന് പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് തരിച്ചു പോയെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു.